Okay, today we're going to discuss about the solvency ratios or analysis of solvency. ഫസ്റ്റ് നമ്മൾ സോൾവൻസി റേഷ്യോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് റേഷ്യോയുടെ ഒരു ടോട്ടൽ ഔട്ട്ലുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. ദ ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസ് ബേസ്ഡ് ഓൺ ദ ഫങ്ഷനെ ബേസ് ചെയ്തിട്ട് റേഷ്യോസിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലിക്വിഡിറ്റി റേഷ്യോ, ലോങ് ടേം സോൾവൻസി ആൻഡ് ലിവറേജ് റേഷ്യോസ്, ആക്ടിവിറ്റി റേഷ്യോസ് ആൻഡ് അസറ്റ് മാനേജ്മെൻറ്റ് റേഷ്യോസ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏതാണ്? ലോങ് ടേം സോൾവൻസി ആൻഡ് ലിവറേജ് റേഷ്യോസ് ആണ്. നമുക്ക് നോക്കാം. സോൾവൻസി റേഷ്യോസ് ആർ കൺസിസ്റ്റ് ഓഫ് ഫൈവ് ടൈപ്സ്, that is debt to equity ratio, debt to capital employed ratio, proprietary ratio, total asset to debt ratio, fifth one is interest coverage ratios. ഇനി എന്തിനാണ് സോൾവൻസി റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇത് ശരിക്കും കമ്പനിയിലെ ഡെപ്റ്റ് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ കമ്പനിക്ക്, അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോൾവൻസി റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് the term solvency refers to the ability of a firm to meet all the liabilities in the event of liquidation. ലിക്വിഡേഷൻ്റെ സമയത്ത് ഫേമിനുള്ളിലുള്ള എല്ലാ ലയബിലിറ്റീസും പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് അറിയുന്നതാണ് സോൾവൻസി എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്ന ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ലോങ് ടേമിൽ ഉള്ള ലിക്വിഡിറ്റിയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കാം. Okay, solvency ratios are calculated in order to find out the ability of a firm to meet the liabilities in full in the event of liquidation. ലിക്വിഡേഷൻ്റെ സമയത്ത് ഫേംസിന് കമ്പനിയിലുള്ള എല്ലാ ലയബിലിറ്റീസും മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് സോൾവൻസി റേഷ്യോ നോക്കുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ ലോങ് ടേം ലിക്വിഡിറ്റി പൊസിഷൻ അറിയാൻ വേണ്ടി. അതുപോലെ തന്നെ ദ ബാലൻസ് ഷീറ്റ് ഡിസ്ക്ലോസ് ദ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഇൻ ദ ഫോം ഓഫ് സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ലോങ് ടേം ഫണ്ട്സ് ഇൻ ദ ബിസിനസ്. കമ്പനിയിൽ എങ്ങനെയാണ് ലോങ് ടേം ഫണ്ട്സ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പനി ബോറോ ചെയ്യുന്ന ഫണ്ട്സ് എങ്ങനെയൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സോൾവൻസി റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോൾവൻസി റേഷ്യോയിൽ ഫസ്റ്റ് വണ്ണാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു ഫേം എപ്പോഴും എന്ത് ചെയ്യും, ഇക്വിറ്റി പോർഷൻ ഓഫ് ഫിനാൻസും യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഡെപ്റ്റ് ഫിനാൻസും കമ്പനിയിലെ അസറ്റ് ബൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും, ഇല്ലേ? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും യൂസ് ചെയ്യും, അതുപോലെ തന്നെ ബോറോഡ് ഫണ്ടും യൂസ് ചെയ്തിട്ടാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, അസറ്റിന് ഫിനാൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഈ രണ്ട് സോഴ്സസ് ഓഫ് ഫണ്ട്സിനെയാണ് നമ്മൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, എ ഫേം യൂസ് ബോത്ത് ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ഫോർ ഫിനാൻസിങ് ഇറ്റ്സ് അസെറ്റ്. The ratio of these two sources of funds are termed as debt equity ratio. അപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല നോക്കാം. ടോട്ടൽ ബോറോഡ് ഫണ്ട് ഡിവൈഡഡ് ബൈ ഓൺഡ് ഫണ്ട്, അല്ലേ? ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റേഷ്യോ, കമ്പനിയിൽ എത്ര ഡെപ്റ്റ് യൂസ് ചെയ്തു, എത്ര ഓൺഡ് ഫണ്ട് യൂസ് ചെയ്തു, അത് തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതല്ലാതെ വേറൊരു ഫോർമുലയും കൂടി ഉണ്ട്, ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഓൺഡ് ഫണ്ട്. അതും വേറൊരു ഫോർമുലയാണ് കേട്ടോ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയുടെ വേറൊരു പേരാണ് എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ഇക്വിറ്റി റേഷ്യോ. ഓക്കെ, അതുകൊണ്ട് തന്നെ വേറൊരു ഫോർമുലയും കൂടി നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇക്വിറ്റീസ് ഡിവൈഡഡ് ബൈ ഇൻറ്റേർണൽ ഇക്വിറ്റീസ്. എക്സ്റ്റേണൽ ഇക്വിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്സൈഡർ ഫണ്ടാണ്, അതായത് ഓൾ ഡെപ്റ്റ്സും ലയബിലിറ്റീസും ആണ്. ഇൻറ്റേർണൽ ഇക്വിറ്റീസ് എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ഫണ്ട്സ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ക്യാപിറ്റൽ റിസർവ്സ് ഒക്കെ എന്താണ്? ഓൺഡ് ഫണ്ട്സ് ആണ്. നമ്മുടെ ഫോർമുല, ആദ്യം പറഞ്ഞ ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ ബോറോഡ് ഫണ്ട് ഡിവൈഡഡ് ബൈ ഓൺഡ് ഫണ്ട് ആയിരുന്നു. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണ് ടോട്ടൽ ബോറോഡ് ഫണ്ടിൽ വരുന്നതെന്ന് നോക്കാം. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ബോറോയിങ്സ്, കറൻറ്റ് ലയബിലിറ്റീസ്, ബോൺസ്, ഡിബഞ്ചേഴ്സ്, ബാങ്ക് ലോൺസ് ഒക്കെ എന്തിൽ വരുന്നതാണ്? അതിൻ്റെ എല്ലാ കറണ്ട് ലയബിലിറ്റീസും നമ്മൾ ടോട്ടൽ ബോറോഡ് ഫണ്ട്സിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി ഓൺഡ് ഫണ്ടിൽ എന്തൊക്കെ ഐറ്റംസ് വരും? ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ക്യാപിറ്റൽ, റിസർവ്സും സർപ്ലസും ഒക്കെ എന്താണ്? ഓൺഡ് ഫണ്ടാണ്. പിന്നെ പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. 2:1 എന്ന് പറഞ്ഞാൽ
ടോട്ടൽ ബോറോഡ് ഫണ്ട് ക്യാൻ ബി 2 ടൈംസ് ഓഫ് ഇക്വിറ്റി ഓർ ഓൺഡ് ഫണ്ട്. അതായത് ഓൺഡ് ഫണ്ട് യൂസ് ചെയ്തിട്ട് ബോറോഡ് ഫണ്ട് പേ ഓഫ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് കാണിക്കുകയാണ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എപ്പോഴും ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. 1:1 എന്ന് പറയുന്നത് സാറ്റിസ്ഫാക്ടറി ആണ്. നെക്സ്റ്റ് റേഷ്യോ എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. Capital gearing ratio shows the relationship between fixed interest bearing securities and equity shareholders fund. എന്താണ് ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്? എപ്പോഴും ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും? ആ സെക്യൂരിറ്റീസിൽ നിന്ന് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും. അതിനെയാണ് ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിക്സ്ഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസ് ആൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അപ്പോൾ നോക്കുന്ന സമയത്ത് ഇക്വേഷൻ എന്ത് തന്നെയായിരിക്കും? ഫിക്സ്ഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇനി ഫിക്സ്ഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിബഞ്ചേഴ്സ്, ബോൺസ്, പ്രിഫറൻസ് ഷെയർസ്. ഡിബഞ്ചേഴ്സിനും ബോൺസിനും പ്രിഫറൻസ് ഷെയർസിനും നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്യണം? ആ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഫിക്സ്ഡ് ഇൻകം എന്ത് ചെയ്യണം? പേ ഓഫ് ചെയ്യണം. ഓക്കെ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഇനി ഒരു ഫേമിൻ്റെ കേസിലാണെങ്കിൽ ആ ഫേം ഹൈലി ഗിയേർഡ് ആണെന്ന് പറഞ്ഞാൽ ആ കമ്പനി കൂടുതൽ ഫിക്സ്ഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഹൈലി ഗിയേർഡ് എന്ന് പറയും. ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ബോണ്ടും ഡിബഞ്ചേഴ്സും പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റലൊക്കെ കമ്പനി കൂടുതലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഗിയർഡ് ആണെന്ന് പറയും. ഗിയേർഡ് എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ട് പോകും. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് റിസ്ക് പെർസെപ്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഈസ് ഹൈ. അതായത് ഇങ്ങനെ ഫിക്സ്ഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ റിസ്ക് പെർസെപ്ഷനും എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഇനി റേഷ്യോ, ഐഡിയൽ റേഷ്യോ <1 ആണെങ്കിൽ എന്തായിരിക്കും? കമ്പനിയുടെ ഗിയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ലോ ആണ്, ലോ ഗിയേർഡ് ആണ്. ഓക്കെ. more than 1 ആണെങ്കിൽ ഹൈലി ഗിയേർഡ് ആണ്, <1 ആണെങ്കിൽ firm is said to be low geared. Okay. The position of creditors is more safe when firm is low geared. അതായത് കമ്പനിയിലുള്ള ക്രെഡിറ്റേഴ്സ് സേഫ് ആണ്. അതായത് കമ്പനിയുടെ ഗിയറിംഗ് റേഷ്യോ കുറവാണെങ്കിൽ. അതെന്താണ്? കുറവ് ഫിക്സ്ഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസേ കമ്പനി എന്ത് ചെയ്തിട്ടുള്ളൂ? ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കും എന്തുണ്ടായിരിക്കുന്നത്? ലോ ഗിയർഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റേഴ്സ് എന്തായിരിക്കും? ക്രെഡിറ്റേഴ്സിൻ്റെ പൊസിഷൻ എപ്പോഴും സേഫ് ആയിരിക്കും. തേർഡ് റേഷ്യോ ആണ് പ്രൊപ്രൈറ്ററി റേഷ്യോ ഓർ ഇക്വിറ്റി റേഷ്യോ. ദിസ് ഈസ് ദ വേരിയൻറ്റ് ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഡെപ്റ്റ് ഇക്വിറ്റിയുടെ വേറൊരു വേരിയൻറ്റ് തന്നെയാണ് എന്ത്? പ്രൊപ്രൈറ്ററി റേഷ്യോ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇക്വിറ്റി റേഷ്യോ ഓർ ഷെയർ ഹോൾഡേഴ്സ് ടു ടോട്ടൽ ഇക്വിറ്റി റേഷ്യോ ഓർ നെറ്റ് വർത്ത് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ. ഇങ്ങനെ ഒരുപാട് നെയിംസ് ഉണ്ട് കേട്ടോ. ടോട്ടൽ നെറ്റ് വർത്ത് റേഷ്യോ, ടോട്ടൽ നെറ്റ് വർത്ത് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ, ഷെയർ ഹോൾഡേഴ്സ് ടു ടോട്ടൽ ഇക്വിറ്റി റേഷ്യോ. ഇങ്ങനെ 2 ഫോർമുലാസും കൂടി പ്രൊപ്രൈറ്ററി റേഷ്യോയ്ക്കുണ്ട്. ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് ടു ടോട്ടൽ അസറ്റ് ഓഫ് ദ ഫേം. ടോട്ടൽ അസറ്റും ഷെയർ ഹോൾഡേഴ്സും ഫണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഷോ ചെയ്യുന്നത് പ്രൊപ്രൈറ്ററി റേഷ്യോയിലാണ്. ഓക്കെ. ഇതിലെ പ്രൊപ്രൈറ്ററി ഫണ്ട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പ്രൊപ്രൈറ്റേഴ്സ് പ്ലസ് ഔട്ട്സൈഡേഴ്സ് ഫണ്ട്സ് അല്ലെങ്കിൽ ടോട്ടൽ ഫണ്ട്സ് ആയിരിക്കും. ഓക്കെ. It indicates the relative contribution of owners or shareholders in financing total assets. കമ്പനിയിലെ ഓണേഴ്സിൻ്റെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഫണ്ട്സ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ടോട്ടൽ അസറ്റ് ഫിനാൻസ് ചെയ്യുന്നതെന്നാണ് പ്രൊപ്രൈറ്ററി റേഷ്യോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് റേഷ്യോ ഇസ് കോൾഡ് നെറ്റ് വർത്ത് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ. അതുപോലെ തന്നെ റേഷ്യോ എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് ടു ടോട്ടൽ അസറ്റ് ഓഫ് ദ ഫേം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നോക്കിയാൽ തന്നെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. എന്തായിരിക്കും ഇക്വേഷൻ? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. പ്രൊപ്രൈറ്ററി റേഷ്യോയുടെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇക്വേഷൻ നോക്കുക. നമ്മൾ പറഞ്ഞ പോലെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്, റിസർവ്സ് ആൻഡ് സർപ്ലസ്. ടോട്ടൽ അസറ്റിലോ? ടോട്ടൽ റിസോഴ്സസ് ഓഫ് ദ കൺസേൺ. ആ കമ്പനിയിലെ ടോട്ടൽ റിസോഴ്സ്, ടോട്ടലായിട്ട് വരുന്ന അസറ്റിനെ മുഴുവനായിട്ടാണ് ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത്.
ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് ആർ 4 lakh ആൻഡ് ടോട്ടൽ അസറ്റ് ഈസ് 6 lakh എന്ന് പറഞ്ഞാൽ പ്രൊപ്പറേറ്ററി റേഷ്യോ അല്ലെങ്കിൽ ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 lakh ഡിവൈഡഡ് ബൈ 6 lakh 2:3. This ratio can also be represented in the percentage, which indicates the percentage of owner's capital to the total capital of the firm. അതായത് പ്രൊപ്പറേറ്റർ റേഷ്യോയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രൊപ്പറേറ്ററി റേഷ്യോയിൽ നമുക്ക് ഇതെന്ത് ചെയ്യാം? എക്സ്പ്രസ് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈഡ് ബൈ 100 ചെയ്താൽ മതി. അതായത് ഈ കേസിൽ തന്നെ നോക്കാം, സെയിം കേസിൽ തന്നെ. അതായത് ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 4 lakhും ടോട്ടൽ അസറ്റ് 6 lakhും ആണെങ്കിൽ 4 lakh ഡിവൈഡഡ് ബൈ 6 lakh ഇൻറ്റു 100. അത് ചെയ്യുന്ന സമയത്ത് റേഷ്യോ കിട്ടും. അത് ഏകദേശം വരുന്നത് 66.6% എന്ന് പറഞ്ഞ് കിട്ടും. ഇനി അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ നോക്കാം. ഹൈ പ്രൊപ്പറേറ്ററി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ദ ബെറ്റർ സേഫ്റ്റി ടു ദ ക്രെഡിറ്റേഴ്സ് സിൻസ് ദ ഫേം ഈസ് ലാർജ്ലി ഡിപ്പെൻഡിങ് ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഫോർ ഫിനാൻസിങ് ടോട്ടൽ അസറ്റ്. ഹൈ റേഷ്യോ ആണെങ്കിൽ എന്താണ്? ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട്സ് യൂസ് ചെയ്തിട്ടാണ് കമ്പനി എന്ത് ചെയ്യുന്നത്? അസറ്റ് പർച്ചേസ് ചെയ്യുന്നത്. ക്രെഡിറ്റേഴ്സിന് എന്താണ്? കൂടുതൽ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോ പ്രൊപ്പറേറ്ററി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കമ്പനിയിലെ അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫണ്ട് എന്താണ്? ബോറോവ്ഡ് ഫണ്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റേഴ്സിന് എന്തായിരിക്കും? റിസ്ക് കൂടുതലായിരിക്കും. ഹൈ റേഷ്യോ ആണെങ്കിൽ ക്രെഡിറ്റേഴ്സിന് റിസ്ക് കുറവാണ്. റീസൺ എന്താണെന്ന് വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട്സ് യൂസ് ചെയ്തിട്ടാണ് ടോട്ടൽ അസറ്റ് ഫിനാൻസ് ചെയ്യുന്നത്. ലോ പ്രൊപ്പറേറ്ററി റേഷ്യോ ആണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ക്രെഡിറ്റേഴ്സിന് റിസ്ക് കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബോറോവ്ഡ് ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് കമ്പനി അസറ്റ് ഫിനാൻസ് ചെയ്യുന്നത്.